ഒരു ERP ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു എൻക്വയറി ഒക്കെ വരുന്ന സമയത്ത് കസ്റ്റമർ സൈഡിൽ നിന്ന് പല സമയത്ത് നമ്മൾ കേൾക്കും, ഓക്കെ അതിൻ്റെ പ്രൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, അല്ലെ മീൻസ് നിങ്ങൾ തരുന്ന എസ്റ്റിമേഷൻ ഡിഫറെൻ്റ് ആണ്, ഞങ്ങൾ വേറെ ടീംസിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവരുടെ എസ്റ്റിമേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പം എന്താണ് ഇങ്ങനെ ഒരു പ്രൈസ് ഡിഫറൻസ് വലിയ രീതിയിൽ വരാൻ എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ കൺസൾട്ടൻ്റ് ഈ റിക്വയർമെൻറ്റിനെ എങ്ങനെ ഗ്യാദർ ചെയ്യുന്നു, അതിന് എത്രത്തോളം ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ERPൻ്റെ പ്രൈസിങ്. അതായത് ഒരു കസ്റ്റമർ ചിലപ്പം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കും അവരുടെ ബിസിനസ്സിനെ റിക്വയർമെൻറ്റ് ചിലപ്പം പറഞ്ഞു പോകും, മനസ്സിലായില്ലേ. ഒരു ഡോക്യുമെൻ്റൊക്കെ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഓക്കെയാണ്. ഇനി ഡോക്യുമെൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇൻഡെപ്ത് ചിലപ്പോൾ പല ഡോക്യുമെൻറ്റിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനിപ്പം ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും എന്താണ് അത് ചിലപ്പോൾ ഫുള്ള് പറഞ്ഞോളണമെന്നില്ല. അപ്പം ഈ കൺസൾട്ടൻറ്റിൻ്റെ എക്സ്പീരിയൻസും അയാൾക്ക് ആ ഡൊമൈനിലുള്ള നോളജും ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾ അതിനെ ആ റിക്വയർമെൻറ്റിനെ ആഴത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പം അവരതിനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസിങ് ഒക്കെ ചെയ്യാം. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ഡിഫറൻസ് മീൻസ് രണ്ട് ഇംപ്ലിമെൻറ്റേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇംപ്ലിമെൻറ്റേഴ്സ് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡൊമൈനിലുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇൻഡസ്ട്രി വെർട്ടിക്കലുള്ള എക്സ്പീരിയൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാവുക. അതേസമയത്ത് ഇതിലില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ ജനറിക്കായിട്ട് ഇതിനെ മനസ്സിലാക്കും. ചിലപ്പം ചില സമയത്ത് വളരെ ഒരു ചെറിയ ഒരു രൂപത്തിൽ ആയിരിക്കും അവർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക.